ഈ കാണുന്ന തിരക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് ബുക്ക് പൂജയ്ക്ക് വെക്കാൻ പോവാട്ടോ. അപ്പോൾ 6:30 ആകുമ്പോഴേക്കും ഒരു അസൈൻമെൻറ്റും കൂടെ ഉണ്ട്, അതും കൂടെ എഴുതി തീർക്കാനുള്ള തന്ത്രപ്പാടിലാട്ടോ എല്ലാവരും. ക്ലാസ് വിട്ടപാട് വന്ന് കുത്തിരുന്ന് എഴുതുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്ന് ബുക്ക് പൂജയ്ക്ക് വെക്കാൻ പോവാണ്. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഹോസ്റ്റലിൽ ബുക്ക് പൂജയ്ക്ക് വെക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വരെ നവമിക്ക് ലീവ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ലീവ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഹോസ്റ്റലിൽ ബുക്ക് വെക്കാമെന്ന്. അപ്പോൾ താഴെ ഗണപതിയുടെ അടുത്ത് പോയിട്ടാട്ടോ ബുക്ക് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 4 ആൾക്കാരും കൂടെ ബുക്ക് വെച്ചത്. അപ്പോൾ 3 ആൾ ഒരു പൊതിയിലും ഒരാൾ എക്സ്ട്രായും കൂടെ വെച്ച്, കാരണം പൊതിയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന ബുക്കൊക്കെ എടുത്ത് കട്ടിലിൻ്റെ മുകളിലേക്ക് വെച്ച്. കാരണം എന്താ വെച്ചാൽ ഈ നവമീൻ്റെ സമയത്താണല്ലോ ബുക്ക് വായിക്കാനുള്ളൊരു ത്വര കൂടുക, അതുകൊണ്ട് തന്നെ ഞങ്ങളതൊക്കെ മാറ്റി വെച്ച്. അങ്ങനെ താഴെ പോയി ഗണപതിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അപ്പുറം നിന്നൊരു ടേബിൾ എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ ആ ടേബിളൊക്കെ റെഡിയാക്കി വെച്ച് അതിൻ്റെ മുറത്തേക്ക് എല്ലാവരും ബുക്കും എടുത്തു. എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു ഒരുവിധം. അപ്പോൾ എല്ലാവരും ബുക്കും അവിടേക്ക് വെച്ചിട്ട് ഞങ്ങൾ എന്താ പറയുക ചന്ദനത്തിരി കത്തിച്ച് നന്നായി പ്രാർത്ഥിച്ച് ഇങ്ങ് പോകുന്നു. നാളെ ഞങ്ങൾക്ക് ആയുധ പൂജ ഉണ്ട് കോളേജിൽ. അപ്പോൾ അവർക്ക് അതിൻ്റെ പരിപാടിയിലായിരുന്നു.